ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്താണെന്നല്ലേ, രാവിലെ മെഴുക്കുവരട്ടി വെക്കാൻ നോക്കിയപ്പം ഒന്നുമില്ല, 2 ബീറ്റ്റൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ബീറ്റ്റൂട്ട് എടുത്ത് മെഴുക്കുവരട്ടി വെച്ചാലും നമുക്ക് തികയത്തില്ലല്ലോ. വെക്കുമ്പോൾ കുറച്ച് ഇച്ചിരി ഏറെ രാവിലത്തേക്കും വൈകിട്ടത്തേക്കും ഒക്കെ വേണ്ടി തയ്യാറാക്കണം. അങ്ങനെ ഞാൻ ആ ബീറ്റ്റൂട്ടും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു, അതുകൂടി എടുത്ത് ഞാനൊന്ന് എല്ലാം ഒന്ന് ചെത്തി അത് വൃത്തിയാക്കി കഴുകി പെറുക്കി അരിഞ്ഞൊന്നും എടുത്തു. ഇനി അതൊന്ന് മെഴുക്കുവരട്ടി വെക്കണം. അതിൻ്റെ കൂടെ തന്നെ സവാളയുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ചില സമയങ്ങളിൽ ഇങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും ഒന്ന് നോക്കുമ്പോൾ വീട്ടിൽ കാണത്തില്ല, പിന്നെ നമുക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേണ്ടി വരും. കുഴപ്പമില്ല, നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയല്ലേ. എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബിൽ കണ്ടൻറ്റ് ഏറ്റവും കിട്ടുന്ന ഒരു ചാനൽ കുക്കിംഗ് ചാനലായിരിക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നതുമൊക്കെ നോക്കി നമുക്ക് ഓരോ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അത് ചിലവർ വിചാരിക്കും നമുക്ക് നല്ല നല്ല ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയത്തില്ല, ചിലപ്പം നല്ല പാത്രങ്ങളില്ല എന്നൊക്കെ വിചാരിച്ച് പലരും മടി കാണിക്കും. പക്ഷേ നമ്മളുള്ളത് വെച്ച് തന്നെ നമ്മൾ ആദ്യം തുടങ്ങി കഴിയുമ്പം നമുക്കതിൻ്റേതായിട്ടുള്ള ഒരു പ്രോത്സാഹനം കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഓരോ പുതിയ റെസിപ്പികളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള പ്രേരണ കിട്ടും, ഉത്സാഹം കിട്ടും. മടിയൊന്നും ഇല്ലാതെ നാളെ എന്താ നമുക്ക് കണ്ടൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നാളെ എന്ത് വീഡിയോ ഇടും എന്നൊക്കെയുള്ള ഒരു ആവേശം ഉണ്ടാകും, ഒരു ഉത്സാഹം ഉണ്ടാകും, നമ്മുടെ മടി മാറിക്കിട്ടും. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും എൻ്റെ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ യൂട്യൂബിനകത്ത് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് നമുക്ക് തുടങ്ങാൻ പറ്റും. നമുക്ക് വലിയ പാത്രങ്ങളോ അല്ലെങ്കിൽ ഇന്നും പുതിയ പുതിയ റെസിപ്പികളോ ഒന്നും ഇല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളത്, ഇപ്പോൾ ഒരു ചായ ഉണ്ടാക്കിയാലും അതൊരു വെറൈറ്റി ഉണ്ടാക്കിയാൽ അതൊരു നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ചട്നി ഉണ്ടാക്കിയാൽ അതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാൽ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ ബീറ്റ്റൂട്ടിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. എല്ലാവർക്കും മെഴുക്കുവരട്ടിയൊക്കെ വെക്കാൻ അറിയാമല്ലോ, അതുപോലൊക്കെ തന്നെയാണ് ഞാനും മെഴുക്കുവരട്ടി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോയും ഒക്കെ ആയിട്ടാണ് എൻ്റെ ചാനൽ മുമ്പോട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഇതുപോലുള്ള ചെറിയ വീഡിയോയും പിന്നെ നിങ്ങളുടെ ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് അടുത്ത പ്രാവശ്യം പിന്നെയും വരാം. അപ്പോൾ ഓക്കേ.